ട്രിപ്പിൾ വിശാന്തി. ആ ക്ഷമയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, 25 വർഷം എടുത്താൽ ചിലപ്പോൾ തീരൂല ക്ഷമയുടെ കാര്യം. കാരണം ഓരോരുത്തർക്കും നിരവധി അനുഭവങ്ങൾ പല വിധത്തിലായിരിക്കും, പല രീതിയിലായിരിക്കും. എൻ്റെ അനുഭവങ്ങൾ തന്നെ പല സമയത്ത് പല സാഹചര്യങ്ങൾക്കനുസരിച്ച് പല രീതിയിലായിരിക്കും. ഇതാണ് എൻ്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ എടുക്കുന്ന ഒരു ഫോർമാറ്റ്. സ്റ്റാൻഡ് വീഡിയോ എടുക്കുന്നത് കണ്ടില്ലേ, സ്റ്റാൻഡ് ഇപ്പോൾ കണ്ണാടിയിലായതുകൊണ്ട് എല്ലാം കാണാൻ പറ്റും. അത് ക്യാമറ ഉറപ്പിച്ച് ക്ഷമയോടെ കാണണോട്ടെ. ഇങ്ങനെ എപ്പോഴും കാണിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ രാവിലെ വെള്ളം ഇട്ടിട്ട് അവിടെ മടങ്ങിയിരുന്ന് മേലെ കസേരയിലിരിക്കുമ്പോൾ ഉള്ള ഇത് വേറെ ലെവല്, ഇപ്പോഴത്തെ വേറെ ലെവല്. അപ്പം ഈ ക്ഷമയുടെ കാര്യം നല്ല ക്ഷമയോടെ സ്വയത്തെ അങ്ങോട്ട് നോക്കണം. ഞാൻ എത്രത്തോളം ക്ലിയർ ആണ് ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഞാൻ എത്രത്തോളം ക്ലിയർ ആണ്. ഇതാണ് ഇതിൻ്റെ കുട്ടൻസ് കേട്ടോ. അപ്പോൾ 1-1-1 അത് 10 വർഷം കഴിഞ്ഞ് തുടങ്ങിയാലും ശരി, 5 വർഷം കഴിഞ്ഞ് തുടങ്ങിയാലും ശരി, 20 വർഷം കഴിഞ്ഞ് തുടങ്ങിയാലും ശരി, 30 വർഷം കഴിഞ്ഞ് തുടങ്ങിയാലും ശരി, 50 വർഷം കഴിഞ്ഞിട്ടാണ് തുടങ്ങാൻ നിൽക്കുക. 1-1-1 എപ്പോഴായിക്കോട്ടെ തുടങ്ങി. അതൊന്നും വലിയ പ്രാധാന്യമുള്ള സംഭവമല്ല. അടുത്തൊരു സെക്കൻഡിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ അവസ്ഥയിൽ അന്ത്യമായൊരവസ്ഥ വരുമ്പോൾ എനിക്ക് എത്രത്തോളം ബിന്ദുവായ ബാധയെ ഓർമ്മിക്കാൻ കഴിയുന്നു. ഇതൊരു വലിയ പ്രാധാന്യം. ബിന്ദുവായ ബാധയെ ഓർമ്മിക്കാൻ കഴിയുന്നു. ക്ഷമയോടെ മനസ്സിലാക്കേണ്ട സംഭവം. ഞാൻ ബിന്ദുവാണ്. ഈ ശരീരം എൻ്റെതല്ല. ഈ ശരീരം എനിക്ക് കിട്ടിയ ടൂളാണ് എന്ന് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എനിക്ക് ശരീരത്തിന്റെ ബോധം വരും. എന്തിനിപ്പം ഞാൻ ഈ സംസാരിക്കുമ്പോൾ എനിക്ക് ശരീരത്തിന്റെ ബോധമില്ലേ, വേദനയില്ലേ, സുഖമില്ലേ, ഒക്കെ ഉണ്ട്, ക്ഷീണല്ലേ. ഞാനിപ്പോ ഒരു 15 മിനിറ്റിന്റെ വീഡിയോ കഴിഞ്ഞ് 15 മിനിറ്റ് മേലെ കയറിയും തോന്നുന്നു. പിന്നെ ഞാൻ അതേ സ്ഥലത്ത് ഇരുന്നിട്ട് ഒരു അരമണിക്കൂറിന്റെ വീഡിയോ കഴിഞ്ഞു. പക്ഷെ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ, അതാണ് വീഡിയോ കൂടെയുള്ള ക്ഷമ. അതിന്റെ ഒരു കണ്ടിന്യൂവേഷനിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ അങ്ങോട്ട് പറയാന്ന് വിചാരിക്കുന്നു. അത് ഒന്ന് സാഹചര്യം. ഞാൻ ആദിയോഗിയിൽ പോയി, അവിടെ എനിക്ക് വന്ന സാഹചര്യം നിന്നിട്ട് എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. എന്നെ ആരും നിർത്തി യാത്ര ചെയ്തു വന്നല്ല, നിന്നിട്ട് എനിക്ക് യാത്ര ചെയ്യേണ്ടി വന്നു. അതായത് ബസ് വന്നു. ഞാൻ വിചാരിച്ചെന്താണ് ഈ ബസ് അങ്ങനെ വളരെ അപൂർവമായിട്ട് ഉണ്ടാവുള്ളൂ. ഞാൻ ചാടി കയറിയതാണ്. ആ തിരക്കുള്ള ബസ്സിൽ എന്നെ ആരെങ്കിലും കയറിയതാണ്. പക്ഷെ ഡ്രാമയാണ്. അത് ആദ്യമേ എനിക്കറിയാമല്ലോ, കണ്ണുണ്ടല്ലോ, തിരക്ക് കാണുന്നുണ്ടല്ലോ. പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താ അറിയോ, ഇതിനെപ്പറ്റി എനിക്കറിയാം. ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്യാണ്ട്. ഞാൻ ചിന്തിച്ചത് എന്താണെന്ന് വെച്ചാല്, ഈ 1 മണിക്കൂർ യാത്രയുടെ ആളുകൾ ഇറങ്ങുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ എൻ്റെ ചിന്ത അവിടെ പാളിപ്പോയതാണ്. എല്ലാവരും അതിയോഗിയിലേക്കായിരിക്കും ഞാൻ ചിന്തിച്ചത്. ആ ബസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കയറിയപ്പോൾ പിന്നെ ആ ബസ് നിർത്തണം. അതിൻ്റെ ഇടയിൽ ഒരാൾക്കറ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ ബസ് ഒന്ന് നിർത്തി. പക്ഷെ അപ്പോഴും ഡ്രൈവർ പറയുന്നത് നേരെ ആദിയോഗിയിലേക്കുള്ള വണ്ടിയാണെന്നുള്ളത്. പിന്നെ ആ ബസ് നിർത്തുന്നത് ആദിയോഗിയിലാണ്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് ആ 1 മണിക്കൂറോളം നിൽക്കേണ്ടത്. സത്യം പറഞ്ഞാൽ നല്ല ക്ഷീണമുണ്ട്, തലേദിവസത്തെ ഉറക്കത്തിന്റെ ക്ഷീണം. ഈ പറഞ്ഞ പോലെ ട്രെയിനിൽ സീറ്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സീറ്റും കിട്ടി, കുറച്ച് സമയം ഒന്ന് നടന്ന് കിടക്കാനും പറ്റി. പക്ഷെ വെയിറ്റ് ഉള്ള ബാഗ് അവിടെ താഴത്ത് വെക്കാൻ പറ്റിയെന്ന് മാത്രം. അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് ആ 1 മണിക്കൂർ ഞാൻ സൃഷ്ടിച്ചതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എൻ്റെ അടുത്തുള്ള മിസ്റ്റേക്കാണ്. ബസ്സുകാരനോ അല്ലെങ്കിൽ തമിഴ്നാടിന്റെ ഗവൺമെന്റോ ഒരാളും അല്ല അതിന് ഉത്തരവാദിത്വം. എനിക്കെങ്ങനെയാണ് ഉത്തരവാദിത്വം? വരുമ്പോ സീറ്റ് കിട്ടും. പിന്നെ അവിടെ ചുറ്റോളം നടന്നത്, അത്യാവശ്യം നടന്ന് ക്ഷീണിച്ചതിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വം എൻ്റെതാണ്. ബാഗ്
ഏറ്റി എല്ലാവരും ബാഗ് ഏറ്റി നടക്കുന്നതാണ്. ചിലരെടുത്ത് ട്രോളിയാണ്. രാത്രി അവിടെ കിടക്കാനും കുളിക്കാനും ഡ്രസ്സ് മാറ്റാനും ഉള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആളുകൾ വരുന്നത്. പക്ഷെ അവിടെ ഒരു ഫാൾട്ട് എന്താ വെച്ചാൽ ബാഗ് വെക്കാനുള്ള ഇത് ഫാൾട്ട് എന്ന് പറഞ്ഞാൽ കൽപ്പകൽപ്പത്തെ പരിപാടിയാണ്. ഇവരിപ്പോ തുടങ്ങിയിട്ട് അധിക കാലം ആയിട്ടില്ലല്ലോ. ആദ്യയോഗി തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? 50 വർഷമായോ 100 വർഷമായോ? ഇല്ലല്ലോ, കുറച്ച് വർഷമല്ലേ ആയിട്ടുള്ളൂ. അപ്പൊ അതിന്റെ ഫാൾട്ടുകൾ കണ്ടുപിടിച്ച് കാര്യങ്ങൾ അവർക്ക് മെയിൽ ചെയ്ത് ആരെങ്കിലുമൊക്കെ മെയിൽ ചെയ്ത് പതുക്കെ ചേഞ്ച് ആകുമായിരിക്കും. ശരിക്കും വലിയ വലിയ സ്റ്റാളുകളുണ്ട്, വലിയ വലിയ ഇഷ്ടം പോലെ കിടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റിയ സ്റ്റാളുകൾ. ഇരിക്കാൻ വേണ്ടത്ര രീതിയിൽ ഇഷ്ടം പോലെ സ്ഥലത്ത് നല്ല ഗംഭീരമായിട്ട് കസേരകളൊക്കെ ഇട്ട് അതിന് വേണ്ട, അതായത് പ്രോഗ്രാം നമുക്ക് അവിടുന്ന് കാണാൻ കൂടില്ല, എന്നാലും കാണാൻ വേണ്ട പ്രൊജക്ടറുകൾ, ഗംഭീര സൗണ്ട് സിസ്റ്റം, ഓരോരോ ചെറിയ ചെറിയ ഇതിലും ഗംഭീരമായ സൗണ്ട് സിസ്റ്റവും കാര്യങ്ങളും. എനർജറ്റിക് ആയിരിക്കും കേട്ടോ. അവിടെ എത്തി ആ പ്രോഗ്രാമൊക്കെ കണ്ടവരിൽ നല്ല രീതിയിൽ കാണാൻ പറ്റുന്നവർ എനർജറ്റിക് ആയിരിക്കും. പ്രോഗ്രാം എന്തായാലും സക്സസ് ആണല്ലോ, അതുകൊണ്ടാണല്ലോ അവരിങ്ങനെ വീണ്ടും വീണ്ടും വർഷം നടത്തുന്നത്. അത് നടക്കട്ടെ, പരിപാടി നടക്കട്ടെ. പക്ഷെ ചെറിയ ഫാൾട്ടുകൾ ഒന്ന് സൗജന്യമാണെങ്കിലും ശരി, ആ ഒരു ആദിയോഗിയുടെ ആ മണ്ഡപല്ലേ അതിലൂടെ ഒന്ന് കയറി അങ്ങനെ ഇറങ്ങാനുള്ള ഒരു സിസ്റ്റം വെക്കണമായിരുന്നു, എൻ്റെ ഒരു അഭിപ്രായമായിട്ടാ. അപ്പൊ അത് വെച്ചിട്ടില്ല വെച്ചിട്ട് നിവർത്തിയില്ല. ഞാനിപ്പോ ഈ വരുന്ന കല്പത്തിൽ അടുത്ത കല്പത്തിലേ പോവുള്ളൂ. ഞാൻ മുന്നേ അവിടെ സ്വർണത്തിന്റെ പൊന്നും കെട്ടി വെച്ചെന്ന് പറഞ്ഞാലും ഞാൻ വഴിക്ക് പോവില്ല. അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ഇനി പോകേണ്ട ആവശ്യം വരുന്നില്ല. ഞാൻ എന്താണ് ഏതാണ് എവിടെയാണ് ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോയതാ. സ്വർണത്തിന്റെ പൊന്നും കെട്ടായിട്ട് ആദിയോഗിയുടെ ഇത് മാറ്റിന്നാണ് വിചാരിക്കുക, ഏത് പ്രതിഷ്ഠ. എന്നാലും ഞാനത് കാണാൻ പോകില്ല, എനിക്ക് പണി വേറുണ്ടല്ലോ. അത് ചെയ്യാം, അത് ഞാൻ കൃത്യമായിട്ട് ചെയ്യലാണ് എൻ്റെ പണി. എനിക്ക് പണിയുണ്ട്, പക്ഷെ എനിക്ക് പണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടൂൾസുകൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഈ ക്ഷമയോടെ എനിക്ക് നിരവധി അസുഖങ്ങളും നിരവധി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് മാറ്റിയെടുക്കലാണ് എൻ്റെ ഒരു പ്രധാനപ്പെട്ട പണി. അപ്പൊ അതിന് വേണ്ട സംഭവങ്ങളൊക്കെ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കൂടാതെ ചിന്തകളെ കുറച്ചുകൂടെ ഞാൻ നെഗറ്റീവായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് തന്നെ പോകുന്നുണ്ട്, ഇറങ്ങിത്തിരിക്കുന്നുണ്ട്. ഇപ്പൊ ട്രെയിനിലാണെങ്കിലും ബാക്കിയുള്ളവർക്ക് അങ്ങനെ നെഗറ്റീവ് എനർജി ഇങ്ങനെ കുത്തും. അവിടെ എനിക്ക് എത്രത്തോളം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഒറ്റയ്ക്ക് പോകണമെങ്കിൽ എങ്ങനെ, ഇപ്പൊ 2 BKസും ബാക്കിയുള്ളവരും ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നായി, അതിനെ പറയുള്ളൂ. കാരണം BK കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്നും കൂടെ മൈൻഡ് സെറ്റ് ആവും. ഒരു BK അല്ലെങ്കിൽ ഒരു BBK ഒക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രാമയുടെ കാര്യമല്ല പറയാം. അപ്പൊ 2 എനർജി അവിടെ, 2 എനർജി, 2 പോസിറ്റീവ് എനർജി. ഒരു 10 വർഷത്തെ ഒരു BK, 1 വർഷത്തെ ഒരു BK, 5 വർഷത്തെ BK. അതെന്തായാലും ബാബയുടെ കാര്യങ്ങൾ ചെറിയ കാര്യമൊന്നുമല്ല. ഡ്രാമ അത് വെച്ച് മുന്നോട്ട് പോണ ഒരാള്, 2 ആള്, 3 ആള്, 4 ആള്, ഇതാണ് നമുക്ക് രാവണ യുദ്ധം കാണിക്കുക. അതായത് കുറെ സിസ്റ്റേഴ്സ് ഇങ്ങനെ നിൽക്കുമ്പോൾ കുറെ അഗ്നിയുടെ ഇതുകൊണ്ട് മറ്റേ രാവണന്മാര് മരിച്ചു വീഴുന്നതായിട്ടുള്ള ഒരു ചിത്രം കാണിക്കുന്നുണ്ടല്ലോ, അതാണ്. എന്ന് വെച്ചാൽ അത്തരം പോസിറ്റീവ് തോട്ട്സ്, വേറെ ഒന്നുമില്ല. നാനാത്മ തുറന്നോട്ടുന്ന സമുദാനം. പക്ഷെ ഏറ്റവും വലിയ അഹങ്കാരികൾ ആരാണ്? ഇപ്പൊ BKസാണ് ഏറ്റവും വലിയ അഹങ്കാരികളാണ്. BKസാണ്. കാരണം കൽപ്പകൽപ്പത്തെ പാർട്ടാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഉള്ളില് എനിക്കെന്തായാലും തന്നെയല്ല പാർട്ട്. എത്ര പൈസയാണോ വരുന്നത്, അതെങ്ങനെയൊക്കെ മുട്ടടിക്കാം, അതെങ്ങനെ എന്തൊക്കെ ആയാലും അവിടെ ബാബാന്ന് വിളിച്ചിട്ട് മുട്ടടിക്കും. പ്രത്യേകിച്ച് സറണ്ടേഴ്സ് പണിക്ക് പോയിട്ട് അവനവന്റെ കാശായിട്ട് പുട്ടടിക്കുന്നതാണെങ്കിൽ പോലും കണക്കുണ്ട്. കാരണം അവനവന്റെ കാശ് എന്ന് പറയുന്നത് എന്താണല്ലോ. ഇപ്പൊ ഞാൻ പണിക്ക് പോയി, എനിക്കൊരു 10,000 രൂപ കിട്ടി, അല്ലെങ്കിൽ 20,000 രൂപ കിട്ടി, 30,000 കിട്ടി, എനിക്ക് തോന്നിയവരൊക്കെ ജീവിക്കാം. ഇതൊക്കെ ചെയ്യുമ്പോൾ കണക്കുണ്ട് തന്നെയാണ്. കാരണം പക്ഷെ മറ്റവർക്കുള്ളതിന്റെ അത്ര തന്നെ കണക്കുണ്ടാവില്ല. ഞാൻ പണിയെടുത്ത കാശ് ആരെന്നാ കാശ് ലാഭമാണോ? ആരെന്നാ പണി ലാഭമാണ്. അതിനൊരു വലിയ മൂല്യം വെക്കാത്തത് കൊണ്ടാണ് ഞാൻ ആ പണം കൊണ്ട് ചിലപ്പോൾ പല കാര്യങ്ങളും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എനിക്ക് തന്നെ ഇഷ്ടം പോലെ. കാരണം നമ്മളെ വീട്ടില് ബാബയെ കിട്ടിയതിനു ശേഷം
ഏറ്റവും കൂടുതൽ നോൺ വെജിറ്റേറിയൻ കൊണ്ടുവന്നിട്ടുള്ളതിൻ്റെ ഒരു കണക്ക് ചിലപ്പോൾ എനിക്കുണ്ടായിരിക്കും. അച്ഛനും അമ്മയൊന്നും ഇത്രയധികം കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. ഇപ്പം നിർത്തിയതാട്ടാ, ഇപ്പം നിർത്തിയതാ. അതെന്താ? ചിന്തകളാണ്, നമ്മൾക്ക് ഇൻസ്ട്രക്ഷൻസിന്റെ ആധാരത്തിലാണ്. അതായത് സ്വയം ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു ആധാരത്തിലാണ് എനിക്ക് അന്നൊക്കെ അങ്ങനത്തെ മിസ്റ്റേക്സുകൾ ഒരുപാട് പറ്റുള്ളൂ. അപ്പം അതിൻ്റെ കർമ്മക്കണക്കുകളൊക്കെ ഒരുപാട് തീർക്കണം. അതും പല പല വിധത്തിലുള്ള നോൺ വെജിറ്റേറിയൻ ആയിരുന്നു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ബാക്കി നെഗറ്റീവ് എനർജിക്ക് വേണ്ട പല കാര്യങ്ങൾക്കും നമ്മൾ വീട്ടിൽ അത്രയധികം സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ? അവരുടെ ആവശ്യം അതാണ്. അവരുമായിട്ട് സഹകരിക്കേണ്ടത് എൻ്റെ ഒരു കർമ്മമാണ്. അത് ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. അവിടെ നിൽക്കട്ടെ, അത് മാറ്റിയതിൻ്റെ കണക്ക് എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. ആ കണക്ക് ക്ഷമയോടെ തീർക്കാൻ ഇവിടെ തന്നെ ഇരുന്നാവണം. ഇവിടെ ഇരുന്നിട്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് അത് ക്ഷമയോടെ തീർത്തുകൊണ്ടിരിക്കുക. വളരെ ക്ഷമയോടെ ആ കർമ്മ കണക്ക് തീർത്തുകൊണ്ടേയിരിക്കും. ഏതൊക്കെ വിധത്തിൽ ഇനി കർമ്മ കണക്കുകൾ വരുന്നുള്ളത് കണ്ടറിയണം. കാരണം ഞാൻ തന്നെ അറിയാതെ ചിന്തിച്ചു വെച്ച സംഭവങ്ങളുണ്ടാവും. ഈ അറിയാതെ പോലും ചില ചിന്തകൾ പോകും. അത് നല്ലോണം ശ്രദ്ധിക്കണം, ക്ഷമയോടെ ശ്രദ്ധിക്കണം. ഞാൻ എന്നെ വാച്ച് ചെയ്യണം. ഒന്ന് ഞാൻ ഹൈ ലെവലാണ്, ടോപ്പിലാണ് എന്ന് ചിന്തിക്കാനാണ് ബാബ പഠിപ്പിക്കുന്നത്. ഏറ്റവും ടോപ്പിലാണ് നിങ്ങളെന്ന് ചിന്തിക്കൂ. സനാതന ധർമ്മം ചെറിയ ധർമ്മമല്ല, ചെറിയ ധർമ്മമല്ല. എല്ലാം കൊണ്ടും നമ്മൾ ആയിട്ടില്ലെങ്കിലും ശരി, ആയാലും ശരി, ആയിട്ടില്ലെങ്കിലും ശരി, ചെറിയ ധർമ്മമല്ല. ആ ധർമ്മം ഇവിടെ വീണ്ടും പുനഃസ്ഥാപിക്കണം. ബാബ സമയം തന്നിട്ടുണ്ട് സ്വയത്തെ മാറ്റാൻ, സമയം തന്നിട്ടുണ്ട്. അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കണം. എങ്ങനെ? എൻ്റെ ചിന്തകളിലൂടെ. ആദ്യം ചിന്ത, പിന്നെ വാക്ക്, പിന്നെ കർമ്മം. ആദ്യം ഞാൻ ചിന്തിക്കുന്നതാണ്. അതിനാണ് ബാബ അമൃതവേള പറഞ്ഞൊരു സംഭവം പറയുന്നത്. അമൃതവേളയിൽ ഞാനൊക്കെ ചെയ്തു. തെറ്റായിട്ട് 4 മണിക്ക് വെച്ചിട്ട് 25 വർഷം 30 വർഷം ജീവിച്ചു. ഇടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എൻ്റെ കാര്യങ്ങൾ വളരെ മോശമായി ഇന്ത്യയിൽ വാക്കിലേക്ക് പോകുമ്പോൾ ഇടയ്ക്ക് എൻ്റെത് 25-40 വർഷം ഞാൻ അമൃതവേളയും കാര്യങ്ങളും മുരളിയും കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് ഇടയ്ക്ക് എൻ്റെ ചിന്ത, വാക്ക്, കർമ്മം, സേവനം നെഗറ്റീവിലേക്ക് പോയാൽ പാർട്ട് കർമ്മകണം ചെറിയത് മതി, ചെറിയ മിസ്റ്റേക്ക് മതി. അടുത്ത ജന്മം എടുത്തിട്ട് നല്ല ജന്മത്തിലൊക്കെ പോയി ജന്മം എടുക്കൂട്ടോ, തീർക്കണം. അതിനാണ് ഇവിടെ ഈ ഒരു സമയം തന്നിട്ടുള്ളത്. ബ്രഹ്മബാബ ജന്മം എടുക്കുന്നത് ഇനി ശ്രീകൃഷ്ണനായിട്ട് തന്നെയാണ്. പക്ഷെ മമ്മയ്ക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു ജന്മം വന്നു. എവിടെയോ എന്തോ ആവട്ടെ, എനിക്കറിയാം. പക്ഷെ അറിയാത്തവര്, എനിക്കത്ര ഉറപ്പുള്ളതുകൊണ്ട് കേട്ടോ, ഒരു 99.99% എനിക്ക് ഉറപ്പാണ്. ഞാൻ പറഞ്ഞു എനിക്കറിയാം. പക്ഷെ മമ്മയ്ക്ക് രണ്ടാമത് ബർത്ത് എടുത്തിട്ട് കർമ്മ കണക്ക് തീർക്കാനായിട്ട് ജന്മത്തിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ അഷ്ടരത്നങ്ങളെ ബാബ ആദ്യം തന്നെ കൊണ്ടുവരും. അതാണ് കളി. അഷ്ടരത്നങ്ങൾ ആദ്യമുണ്ട്, ബാബയുടെ കൂടെ ആദ്യമുണ്ട്. അപ്പം പലരുമായിട്ടുണ്ടോ. ഇപ്പോൾ കുൽസാർദാദിയായിട്ട്, നമ്മളെ ജാനകീദാദിയായിട്ട്, അങ്ങനെ പലരും. ആരൊക്കെ ആവട്ടെ, നമുക്ക് അഷ്ടരത്നങ്ങൾ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നല്ല 108 രത്നങ്ങൾ എടുക്കും. കാരണം അപ്പോൾ കുറച്ചും കൂടെ എണ്ണം കിട്ടും. ഇവരൊക്കെ ഇപ്പം ശരീരം കിട്ടും കുറേയധികം ആൾക്കാർ. 108 എന്തായാലും നമുക്ക് ഭിത്തിയിൽ നിന്ന് കൊണ്ട് എടുക്കാമല്ലോ. ഏത് ബ്രഹ്മകുമാരീസിന്റെ ഭിത്തിയിലുണ്ടാവും എത്രയോ വർഷം സേവനം ചെയ്ത് പരിപൂർണ്ണം ഇതൊക്കെ ആയിട്ടുള്ള കുറേ പേരുണ്ട്. അല്ല 108 കൊണ്ട് എടുക്കാമല്ലോ. എന്നിട്ട് അവര് ശരീരം വിട്ടുപോയി. എവിടെയൊക്കെ ജന്മെടുത്തിട്ടുണ്ടോ, ചെറിയ മിസ്റ്റേക്ക് എവിടെയെങ്കിലും ഒരു ചെറിയതായിട്ടുള്ള എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക്, അതിനെ ക്ലിയർ ആക്കാൻ പറ്റിയ സ്ഥലത്ത് പോയിട്ട് ജന്മം, എന്നിട്ട് അത് ക്ലിയർ ആക്കിയിട്ട് തന്നെ പോകണം. അതേ രസമാണ്. അത് ക്ലിയർ ആക്കാൻ പറ്റിയിട്ടില്ല എന്ന് നോക്കിയാൽ ഒരു ജന്മം എടുത്ത് ആദ്യയിലൊക്കെ ഇപ്പോൾ ബ്രഹ്മബാബയെക്കാളും മുന്നേ ശരീരം വിട്ടിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ.
ഫോർ ദി എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ ബ്രഹ്മാബാബയുടെ പത്നി ഒരു പക്ഷെ 108 വരുന്നുണ്ടെന്ന് വെക്കുക, ഉണ്ടെന്ന് വെക്കുക. അവര് പോയി ഒരു ശരീരം എടുത്ത് എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പൊ, ഇത്തിരി ആവട്ടെ. ഈ സമയത്തിന്റെ ഇടയിൽ അവർക്ക് ഒരു പ്രത്യേക പർട്ടിക്കുലർ ടൈം കൊടുക്കും ബാബ വല്ല ഡ്രാമ. ആ പർട്ടിക്കുലർ ടൈമിനിടയിൽ അവര് ആ ഒരു കർമ്മത്തിലേക്ക് നീങ്ങിയിട്ടില്ലെങ്കിൽ വീണ്ടും ശരീരം അടിയാനുള്ള അവസരങ്ങൾ എന്തെങ്കിലും ഒരു അവസ്ഥ പുനഃസൃഷ്ടിക്കും. ചിലപ്പോൾ ഒരു ആക്സിഡന്റൽ ആയിരിക്കും, അല്ലെങ്കിൽ നോർമലി അസുഖങ്ങളിലൂടെ ആയിരിക്കും. വീണ്ടും ബർത്തെടുക്കും. വീണ്ടും ഈ ബർത്തെടുക്കണം എന്താ വെച്ചാൽ ആദ്യത്തെ ചെറിയ മിസ്റ്റേക്ക് തീർക്കാൻ പാകത്തിലുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ബർത്തെടുക്കും. അത് തീർക്കണം. അത് എന്താണോ എന്നുള്ളത് പറയാൻ പറ്റില്ല, അത് ഉള്ളിലുണ്ടോ. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബ്രഹ്മകുമാരി ജീവിതവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ജന്മമല്ല ഇത്. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇത്രയും കുറച്ച് പ്രയാസങ്ങളൊക്കെ എനിക്ക് നന്നായിട്ടുണ്ടെങ്കിലും ഞാനൊന്ന് അങ്ങോട്ട് ഇറങ്ങി തിരിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാല് ഇത് ഉണ്ടല്ലോ, ഈ സംഭവം, ഈ പിരിക്കുന്ന ഈ സംഭവം എനിക്ക് സത്യം പറഞ്ഞ ചെറുപ്പത്തിൽ അച്ഛന് നല്ലവണ്ണം മീശരോമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ക്ഷമയോടെ ഞാൻ കഥ പറഞ്ഞ കേൾക്കണം ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് ചെറുപ്പത്തിൽ 10ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് മീശയും താടിയും ഒന്നും വരുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു രോമാണെങ്കിൽ പിന്നെ അപ്പുറത്തെ ഒരു രോമം, പിന്നെ ഇപ്പുറത്തെ ഒരു രോമം, അങ്ങനെയായിരുന്നു. ഞാൻ നന്നായിട്ട് ട്രീറ്റ് ചെയ്തു. ഇതിനെന്ത് വേണം, ഇതിന് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടതായ കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്തു. കൃത്യമായിട്ട് ഷേവിങ് കാര്യങ്ങൾ. എന്തിനാണ് ഷേവ് ചെയ്യുന്നത്? ഇത് വളർന്ന് പന്തലിക്കാനാണ്. അന്നത്തെ ആ ഒരു സമയത്ത് അച്ഛന്റെ താടി വെച്ചിട്ടുള്ള ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. നരച്ചിട്ടല്ല കേട്ടോ, നല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഈ ശരീരത്തിന്റെ അച്ഛൻ താടി വെച്ചിട്ടുള്ള ഫോട്ടോ കണ്ടതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആളിനെ. പക്ഷെ പിന്നെ ആള് ഫുള്ള് ഷേവ് ചെയ്തിട്ടൊക്കെയാണ് നടക്കുന്നത്. അത് പിന്നെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആ ചെറുപ്പത്തില്. അപ്പൊ എനിക്കും വേണം, എനിക്കും താടി വേണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അന്ന് ബ്രഹ്മകുമാരീസ് ജ്ഞാനമല്ലല്ലോ പ്രധാനമായിട്ടും. നമുക്ക് എന്താണ്, മമ്മൂട്ടി, മോഹൻലാൽ ഇവരുടെയൊക്കെ സിനിമകളിലും ബാക്കിയുള്ളതിലൊക്കെ എന്താണ് ആകർഷണം. ആർക്ക്? പെൺകൊതുകുകളെ ആകർഷിക്കാന് ആൺകൊതുകുകൾക്ക് മീശ ഉണ്ടാവും പറഞ്ഞ പോലെ അന്നത്തെ സിംഹത്തിന് ജട ഉണ്ടാവും. അതേപോലെ എനിക്ക് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ വേറെ വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നും എല്ലാം നമ്മൾ അന്ന് ചിന്തിച്ചത് ഇത് വേണം, ഇത് പൈസ വേണം, കുറെ പൈസ ഉണ്ടെങ്കിൽ പെണ്ണുങ്ങള് അതേപോലെ നമ്മുടെ എന്താ പറയാ കാമുകിമാര് പിറകെ വരും എന്ന ഒരു കാര്യം ഒന്നും ഞാൻ ചിന്തിച്ചില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തു. അതുകൊണ്ട് ഇത് നന്നായിട്ട് അന്ന് കുറെ കഴിഞ്ഞപ്പോൾ തന്നെ പിന്നെ ഇത് അങ്ങോട്ട് തയ്ച്ചു വളർന്നു. എന്നാലും എനിക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. താടി വെച്ച് നടക്കാൻ പാടില്ല. മീശ പിന്നെ ആദ്യം കുറെ കാലങ്ങൾ വെച്ച് നടന്നു. അപ്പോഴും ബ്രഹ്മകുമാരീസ് എന്നൊക്കെ പറയും. മീശയൊക്കെ ശരിക്കും ഇന്ന് കുമാരനാണല്ലോ, മീശ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഞാൻ കുറെ മീശയൊക്കെ എടുത്ത് നടന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെ ഒരു കാലഘട്ടം കുറെ ഫോട്ടോസ് അങ്ങനെയൊക്കെ ഉണ്ട്. ഏത് കോലത്തിലും നടക്കും. എന്നെ സംബന്ധിച്ചിട്ട് ഇത് എടുക്കാന്ന് പറഞ്ഞാല് പൂ പറിക്കുന്ന പോലത്തെ ഇതേ ഉള്ളൂ. അല്ലാതെ പിന്നിപ്പോ ഇത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ആവും, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതെനിക്കൊരു ആഗ്രഹമാണ്, കുറച്ചു കാലം താടിയും മീശയൊക്കെ വെച്ച് നടക്കണം, ഒരാഗ്രഹം. മുടി കുറച്ചു കാലം വളർത്തണം, ഇതൊരാഗ്രഹമാണ്. ഈ ആഗ്രഹത്തിന് എനിക്ക് കുറെ വിരാമം, എന്താ പറയുക, കുറെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നു തന്നെ നമ്മുടെ കുടുംബത്തിൽ. ഈ പറഞ്ഞ പോലെ പല പല അഭിപ്രായങ്ങളും അത് ഇതൊക്കെ വന്നപ്പോഴാണ് അതിൽ കുറെ തടസ്സങ്ങളൊക്കെ ഉണ്ടായത്. ഇത് വളർത്തണം. ഇത് വളർത്തിയിട്ട് ഏകദേശം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു മുട്ടോളം മുടി പെണ്ണ് നീന് അങ്ങനത്തെ ഒരു പാട്ടുണ്ടല്ലോ, അതുപോലെ അത്യാവശ്യം കുറച്ചുകൊണ്ട് വളർത്താന്നുള്ളൊരു ആഗ്രഹം തന്നെ. ആഗ്രഹം നടക്കട്ടെ എന്ന്. നമുക്ക് സത്യത്തിന്റെ ദേവതയാവാനോ എത്ര ദേവതയാവാനോ ആണ് എവിടെയെങ്കിലൊക്കെ ആയാലും ശരി, ഈ സമയം സംഗമയുഗത്തിലെ ബ്രാഹ്മണന്റെ ആഗ്രഹം ചെറുത്. ഇത് സത്യം പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടെങ്കിലും നാളെ മറ്റന്നാളോ മുടി പോയി കഴിഞ്ഞാൽ ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, അത്രേ ഉള്ളൂ. മുടി നന്നായി കൊഴിയുന്നുണ്ട്, ഒരു ട്രീറ്റ്മെന്റും ഇല്ല. നേരെ മറിച്ച് ഒരു ഇതിനേറെ പറയുന്നത് നമ്മൾ കല്യാണം കഴിച്ചതിന്റെ അനുഭവം തന്നെ പറഞ്ഞാൽ പോലെ, ലവള് കാണാ, മറ്റേ കാപ്പി, അതില് മൈലാഞ്ചിപ്പൊടി,
നെല്ലിക്കപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് എണ്ണി ഇതൊക്കെ ചെയ്തിട്ട് എന്തോറും ട്രീറ്റ്മെന്റ് ആണെന്നറിയാം. പൈസ എത്രയാ പോണെന്നറിയാം. പൈസ അങ്ങനെ പോക്കറ്റിലുണ്ടല്ലോ. ആയ കാലത്ത് അവളുടെ അച്ഛൻ്റെ അടുത്തും പിന്നെ കൈ ഇങ്ങോട്ട് വന്നപ്പോ നമ്മളെ അടുത്തും. സത്യം പറഞ്ഞാൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണത്. സ്ത്രീകൾ ചിലര് ബാബ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാല് ഈ കാര്യത്തില് ഭയങ്കര മിടുക്കുള്ള കാര്യമാണ് ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ബ്രഹ്മകുമാരീസിൽ എത്തിയിട്ട് സറണ്ടർ ആണ് കുറെ നിയമങ്ങൾ ഇട്ടിട്ടുണ്ട്. ആ നിയമങ്ങളിൽ കുറെയൊക്കെ സറണ്ടേഴ്സ് പാലിക്കുന്നുണ്ട്. കുറെയൊക്കെ കാറ്റിൽ പറത്തി കളിക്കുന്നു. കമ്മൽ ഇടാൻ പാടില്ല, പിന്നെ ഒട്ടിപ്പൊട്ട് കുട്ടിപ്പൊട്ട് അങ്ങനെയുള്ളതൊന്നും തൊടാൻ പാടില്ല. പിന്നെ മേക്കപ്പ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അണിയാൻ പാടില്ല. അങ്ങനെ ഒരു നിയമം ഇട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കി കാര്യങ്ങൾ എല്ലാ വിധത്തിലും നല്ല വിധത്തിൽ ശരീരം മറയ്ക്കണം. അതൊക്കെ ശരി, അതൊക്കെ ചെയ്യുന്നുണ്ട്. സ്ത്രീകളായി ജനിച്ചിട്ടുള്ള ആത്മാക്കൾ ഭയങ്കര ബോധമാണ് ഈ ശരീരത്തിനോട്, ഓരോ കാര്യങ്ങൾക്കും. അതുകൊണ്ട് ഭയങ്കര റിസ്ക്കാണ്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് പോകല് ഭയങ്കര റിസ്ക്കാണ്. പുരുഷനാണെങ്കിലും കേട്ടോ, പുരുഷ ശരീരത്തിലുള്ളവരാണെങ്കിലും പോകല് റിസ്ക് തന്നെയാണ്. പല കാര്യങ്ങളും കണക്ക് തീർത്ത് ഞാനൊരാത്മാ പരമാത്മാ ബിന്ദുവിൽ ലയിച്ച് ഭയങ്കര റിസ്ക്കാണ്. 5 വർഷമോ 10 വർഷമോ 20 വർഷമോ 30 വർഷമോ ഒന്നും മതിയാവില്ല ചിലപ്പം. ബാബ എന്താ പറയുന്നത്? 1 സെക്കൻഡ് പരിപാടി, 1 സെക്കൻഡ് പരിപാടിയുള്ളൂ. ഒറ്റ സെക്കൻഡ്. ഞാനും ബാബയും ഡ്രാമ പരിവാരങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ പരിവാരങ്ങൾ, അലൗകിക ഒരുപാടും ലൗകിക ഒരുപാടും. ഇത് രണ്ടും നമ്മൾ വേറിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എല്ലാത്തിനെയും പോയിട്ട് ചൂന്നെടുത്ത് നോക്കാനും പറ്റില്ല. ആരൊക്കെയാണ് സനാതന ധർമ്മത്തിലുള്ളവർ? ഇന്നിപ്പോ എൻ്റെ വീട്ടില് നോൺ വെജ് കഴിക്കുന്നവർ നിരവധിയാണ്. ഞാൻ മാത്രമേ ഇപ്പോൾ വെജിറ്റേറിയൻ കഴിക്കുന്നവരുള്ളൂ, അങ്ങനെ തന്നെ പറയാം. എന്ന് കരുതി നാളെ എന്നെക്കാളും ഹയർ ലെവലിൽ പാസ്സാവാൻ പറ്റിയൊരു സനാതന ധർമ്മത്തിലുള്ളൊരു മുത്തയിൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. എന്നെക്കാളും നല്ല ഗംഭീരായിട്ട് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റിയൊരു വ്യക്തിയിൽ ഉണ്ടാവൂല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അവരെന്താണ് വേഗം കോപ്പി ചെയ്യും. കാരണം ഞാൻ ചെയ്ത ചില കാര്യങ്ങളുണ്ടല്ലോ, വേഗം കോപ്പി ചെയ്യാൻ പറ്റും. ഇപ്പൊ ബ്രഹ്മാവിനെ കോപ്പി ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ എളുപ്പമല്ലേ. ബ്രഹ്മാവിനൊക്കെ നമ്മൾ ആദ്യം ദേവൻ പുസ്തകം വായിച്ച് അത് മനസ്സിലാക്കി, എന്നിട്ട് വർഷങ്ങളോളം വട്ടി ചെയ്ത് വർഷങ്ങളുടെ വട്ടി വേണം. ബ്രഹ്മാവിന്റെ കാര്യങ്ങൾ അതായിരുന്നു. ബ്രഹ്മാവ് ചായ കുടിക്കൂലായിരുന്നു. ഞാൻ ഈ ബ്രഹ്മകുമാരിക്ക് ചെല്ലുമ്പോൾ ഞാൻ ചായ കുടിക്കൂലായിരുന്നു. ഞാൻ ചായ കുടിക്കാത്ത കാലഘട്ടത്തിലാണ് ഞാൻ ഈ ബ്രഹ്മകുമാരീസിന്റെ പടി ഫസ്റ്റ് കയറുന്നത്. അവിടുന്ന് ചായ തന്നു അവസാനം ഞാൻ ചായ കുടിയിൽ ശീലാക്കി. ഇപ്പൊ ഞാൻ ചായ കുടിക്കാറില്ല. അപ്പൊ ബ്രഹ്മാവ് വന്ന് ചായ കുടിക്കണില്ലായിരുന്നു ഞാൻ അറിഞ്ഞത് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് പട്ടികളും കാര്യങ്ങളും കഴിഞ്ഞ് ബ്രഹ്മകുമാരീസിന്ന് അടിച്ച് തിരിഞ്ചിട്ട് പുറത്തിറങ്ങി. എന്നിട്ട് ഏതോ ഒരു യൂട്യൂബിലെ വീഡിയോ കഴിഞ്ഞപ്പോ അത് കഴിഞ്ഞിട്ട് PBKയിലുള്ള സിസ്റ്ററോ അങ്ങനെന്താണ് പറഞ്ഞത്, ബ്രഹ്മാവ് ചായ കുടിക്കൂലായിരുന്നു. കെമിക്കലാണ്, വേറെ ഒന്നുമല്ല. ചായ പറഞ്ഞാൽ കെമിക്കലാണ്, അതുകൊണ്ട് കുടിക്കൂലായിരുന്നു. എന്തിനാണ് ആ കെമിക്കൽ? അത് ചിന്തിക്കണം. ആരാണ് ചായ? ക്ഷമയോടെ കേൾക്കണം കേട്ടോ. ഞാൻ ക്ഷമയുടെ കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് വരുമ്പോൾ എൻ്റെ വീഡിയോ കാണണമെങ്കിൽ തന്നെ ഇത്തിരി ക്ഷമ വേണോ? നന്നായി ചിന്തിക്കേണ്ട വിഷയമാണ്. ഒന്നിനോട് കണക്റ്റഡ് ഒന്നും ആയിക്കൊള്ളണമെന്നില്ല. അത് ഞാൻ ആ കമന്റ് ഇങ്ങോട്ട് ഇട്ടിട്ട് വലിയ കാര്യമില്ല. ആർക്കും അങ്ങനെ പറയാൻ പറ്റില്ലാന്ന്. അങ്ങനെ പറയാൻ പറ്റുള്ളൂ. സ രി ഗ മ പ ദ നി സ, പിന്നെ സ നി ദ പ മ ഗ രി സ. ഇത് നമ്മൾ ആദ്യം സപ്തസ്വരങ്ങളായിട്ട് പഠിച്ചു വെച്ചിട്ട് പിന്നെ അതിൽ നിന്നാണ് കുറേ സ്വരങ്ങൾ ഉണ്ടാക്കി വയ്ക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ആദ്യം ഒരു കാര്യം പറഞ്ഞു, രണ്ടാമത്തേൽ വേറൊരു കാര്യം പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞതിൻ്റെ ഇടയിൽ തന്നെ ചിലപ്പോൾ വേറൊരു കാര്യം എടുത്തു പറഞ്ഞു. ഈ സിനിമയും ശരിക്കും അങ്ങനെ തന്നെയാണ്. ചില സിനിമകളുണ്ട് ഫ്ലാഷ് ബാക്കുകളുള്ള സിനിമ ഉണ്ട്, ചിലത് കണ്ടിന്യൂവേഷൻ സിനിമകളുണ്ട്. ഈ ഫ്ലാഷ് ബാക്കുകളുള്ള പല സിനിമകളുണ്ട്. ഫ്ലാഷ് ബാക്കുകൾ ഇല്ലാത്ത സിനിമകൾ ഇല്ല എന്ന് തന്നെ പറയാം. അതായത് ഫ്ലാഷ് ബാക്കുകൾ കാണിക്കുന്ന സിനിമകളുണ്ട്,
ഫ്ലാഷ് ബാക്കുകൾ കാണിക്കാതെ അത് സംസാരിക്കുന്ന, അത് കണ്ടിന്യൂവേഷനോട് കൂടി സംസാരിക്കുന്ന ചില സിനിമകളുണ്ട്. നേരെ സിനിമയ്ക്ക് പോകാം. ക്ഷമയോടെ കടന്നു. ഞാൻ തന്നെ വിഷയം മാറിയതാണ്. നമുക്ക് മലയാളത്തിൽ ഏറ്റവും നന്നായിട്ട് ഓടിയിട്ടുള്ള 2 പടങ്ങളിലൊന്നാണ് ഗോഡ് ഫാദറും അതേപോലെ പിന്നെ ചിത്രം. രണ്ടിലും ഫ്ലാഷ് ബാക്ക് ഉണ്ട്. അതില് ഫ്ലാഷ് ബാക്ക് കാണിക്കുന്ന ഒരു സിനിമയാണ് ചിത്രം. ഫ്ലാഷ് ബാക്ക് കാണിക്കാതെ ഫ്ലാഷ് ബാക്കുകളുടെ പൂരങ്ങൾ പറയുന്ന ഒരു ചിത്രമാണ്, സിനിമയാണ് ഈ നമ്മള് പറഞ്ഞത് മറന്നല്ലോ. നമ്മള് മന്ത്രിക്കൊച്ചമ്മ വരുന്നുണ്ടേ അമ്പു അമ്പു അങ്ങനെ പറഞ്ഞൊരു പടം ഉണ്ടല്ലോ, ആ പാട്ടുള്ള പടം. അതിലങ്ങനെ ഫ്ലാഷ് ബാക്കുകൾ പറയുന്നില്ല, അല്ല കാണിക്കുന്നില്ല എന്നാണ്. കാരണം ഈ 2 പടങ്ങളും ഞാൻ നിരവധി തവണ കണ്ടിട്ടുള്ളതാണ്, ഒരുപാട് തവണ കണ്ടിട്ടുള്ളതാണ് രണ്ടും. പക്ഷെ ഈ ചിത്രത്തിൽ അവസാനം ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. ഇതില് ആദ്യം തൊട്ടിട്ട് അവസാനം വരെയും പല പല ഫ്ലാഷ് ബാക്കുകളുടെയും സംസാരങ്ങളാണ് മനസ്സിലാക്കിയെടുക്കുന്നത്. സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കഥ മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അവസാനം വരെ കാണണം. ചിലർക്ക് 2 വട്ടം കണ്ടാലേ ഒരു സിനിമയുടെ കഥ മനസ്സിലാവുള്ളൂ. ചിലർക്ക് 2ാമത്തെ വട്ടം കാണുന്നത് സിനിമയുടെ അതിലെ കഥ മനസ്സിലാക്കാനല്ല. അപ്പൊ ഞാനൊക്കെ പറഞ്ഞാല് 1 വട്ടം കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം സിനിമകളുടെയും ഒരുവിധം കുട്ടൻസുകളും എനിക്ക് വേഗം മനസ്സിലാവും, മലയാളത്തിലട്ടോ വേഗം മനസ്സിലാവും. 2ാമത് ഞാൻ കാണുന്നത് പിന്നീടെന്ന് വെച്ചാൽ അതിൽ ചില ഇഷ്ടമുള്ള ഭാഗങ്ങൾ വീണ്ടും കാണാൻ തോന്നുന്നു, അങ്ങനെ കാണാറാണ്. നമ്മളെ ഗോഡ് ഫാദർ, അതാണ് ആ പേരിനായിട്ട് കിട്ടാത്തത്. ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ പടത്തിൽ ജഗദീഷ് ലാസ്റ്റ് പറയുന്നുണ്ട് ഒരു സീനിന്റെ ഇടയിൽ നീ ഇവിടെ ഇരുന്നാലോചിക്കും, ഞാനിത് അവിടെ ഇങ്ങനെ കിടന്നാലോചിക്കട്ടെ. കോമഡിയാണ്. ആ കോമഡിയിൽ ആണെങ്കിലും ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം. കാരണം ഉറക്കത്തിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇവന്റെ ഉറക്കം നഷ്ടപ്പെടുന്ന ആ ഒരു സംഭവം ഉണ്ട്. കാരണം ഒരു പ്രേമത്തിൽ ലാസ്റ്റ് തമാശക്ക് തുടങ്ങിയ പ്രേമമാണ്, ആ പ്രേമം കുടുങ്ങി പോയി, അങ്ങനെ ഇതാവണം. മറ്റേലും അതേപോലെ തന്നെ പ്രേമം തന്നെയാണ്. പക്ഷെ അതില് അവൻ്റെത് ജീവപര്യന്താണ്. ആ ജീവപര്യന്തത്തിന്റെ ഇടയിൽ നിന്ന് പിന്നീട് അവന് ജീവിക്കാനായിട്ട് വന്നതിന്റെ ഇടയിൽ ജയിലിൽ അഡിക്റ്റ് ചെയ്തില്ല. ചിത്രത്തില് മോഹൻലാലിന്റെ ആ ഒരു ഫ്ലാഷ് ബാക്കിൽ ലാസ്റ്റ് അവൻ സോമനോട് ചോദിക്കുന്നുണ്ട്, എന്നെ കൊല്ലാതിരിക്കാനാവോ? വിധിച്ചതാണ്, വിധി ഓൾറെഡി അവന്റെ ഇതിൽ വിധിക്കപ്പെട്ടതാണ് അവനെ കൊല്ലുന്ന കാര്യമൊക്കെ. പക്ഷെ ആ അവസാനത്തെ സീനുകളൊക്കെ ചോദിക്കുന്ന പോലെ ഇത് കുറേ കണക്റ്റഡ്. ഇനി വേണമെങ്കിൽ ഞാൻ ഇപ്പൊ സിനിമ കാണുന്നത് നിർത്തിയെങ്കിലും വേറെ ആർക്കെങ്കിലും സിനിമ വീണ്ടും ഒന്ന് കണ്ടു നോക്കാം. ഫ്ലാഷ് ബാക്കുകൾ കിടക്കുന്നുണ്ട്, ഓരോന്നിനും ഫ്ലാഷ് ബാക്കുകൾ. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഒന്നും കണ്ടിന്യൂവേഷൻ നല്ലൊരു ശതമാനം ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷെ ഇതിന്റെ ഒരു അവസാനം ഉണ്ടാവുമല്ലോ. അതല്ല മാക്സിമം ഒരു 5000 വീഡിയോ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അതിലപ്പുറത്തേക്ക് പിന്നെ ഈ ട്രിപ്പിൾ ശാന്തി പറഞ്ഞിട്ട് ഞാൻ ചെയ്യൂല. അത് കഴിഞ്ഞിട്ട് പിന്നെയും സമയം ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം പറ്റിയാൽ ചെയ്താലായി. ഈ കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ചെയ്യൂല, അത് ഉറപ്പിച്ച. അതിപ്പോ ഈ 5000ന്റെ എപ്പിസോഡ് ചിലപ്പോൾ എനിക്ക് ഒരു 5 വർഷം കൊണ്ടായിരിക്കാം, ചിലപ്പോൾ 10 വർഷം കൊണ്ടായിരിക്കും. ഇപ്പൊ എന്തായാലും ഇപ്പൊ 100 140 എത്ര മാസമായിട്ടുള്ളത് ഇപ്പൊ തുടങ്ങിയിട്ട്? 2, 3, 4, 5 മാസമായോ അറിയില്ല, നോക്കണം. അങ്ങനെ അതില് ഇനി വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ സ്പീഡിൽ ഇപ്പൊ ഈ അരമണിക്കൂറിന്റെ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് പകരം കുറേശ്ശെ ഇങ്ങനെ ഇട്ടിട്ട് നമ്പർ ഇട്ട് കയറ്റി പോവാം. അതാണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എനിക്കും തോന്നുന്നത്. പക്ഷെ ഞാനൊരു കണ്ടിന്യൂഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതുള്ളൂ. ക്ഷമയോടെ കാണുക. പല പല കാര്യങ്ങളുടെ ഉള്ളിൽ പല പല സംഭവങ്ങളുണ്ട്. ഇത് തന്നെയാണ് ഈ കേസിൽ അവിടുത്തെ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ആര്? നമ്മളെ പ്രിയങ്കരിമാരായ എല്ലാവരും നല്ല നല്ല വ്യക്തികൾ തന്നെയാണ് കേട്ടോ, അവരൊക്കെ ചെയ്യുന്നത്. പക്ഷെ എത്രത്തോളം ചേഞ്ച് അവിടെ വരുന്നുണ്ടെന്നൊന്നും ചെക്ക് ചെയ്യണം. നാളെ സത്യവും കൊണ്ടുവരുമ്പോൾ എത്രത്തോളം അവർ ശുദ്ധമാണ്, ശരീരം ശുദ്ധമാണ്, മനസ്സ് ശുദ്ധമാണ്, കർമ്മം ശുദ്ധമാണ്, ചെക്ക് ചെയ്യണം.
നാളെ പഠിച്ചിട്ട് ബാബ വരികയാണ്, നാളെ എന്നോട് പറയണ സനൽ ഭായ് നിനക്ക് വേണമെങ്കിൽ സത്യത്തിൽ ഒന്നിരുന്നൂടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ബാബ 5 വർഷം ചുരുങ്ങിയത് എനിക്ക് ഞാൻ പറ്റിയാൽ ഞാൻ എന്നൊന്ന് മാറ്റട്ടെ. കാരണം എനിക്കറിയാം ബാബ ഒരു 5 വർഷം താന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ 5 വർഷം കൊണ്ട് ഞാൻ എന്നെ ചേഞ്ച് ആക്കിയിട്ടില്ലെങ്കിൽ ബാബ നിങ്ങൾ സത്യം തുടങ്ങിക്കോ, പിന്നെ ഭാഗത്തേക്ക് വിളിക്കണ്ട, നമുക്ക് ത്രേതായുഗത്തിൽ ലാസ്റ്റിൽ വരാം. കാരണം എനിക്കറിയാം എന്നെ, അതുപോലെ എന്നെ എനിക്കറിയാവുന്ന പോലെ വേറെ ആർക്കും എന്നെ അറിയാൻ പറ്റൂല. അതേപോലെ തന്നെയാണ് ഓരോരുത്തർക്കും അവരറിയാൻ പറ്റും. അവരവരുടെ ചിന്തകൾ, അവരവരുടെ വാക്കുകൾ, അവരവരുടെ കർമ്മങ്ങൾ. ചിലർ ഭയങ്കരമായിരിക്കും, വീഡിയോയിലായിട്ടാണെങ്കിലും പ്രസൻസിൽ കാണുന്ന സമയത്തായിട്ടാണെങ്കിലും ഭയങ്കര അഭിനയമായിരിക്കും. ഉള്ളിലൊരു ചെകുത്താണ്ടാവും. ഈ ഉള്ളിലെ ചെകുത്താനെ പിടിച്ചിട്ട് അതൊക്കെ പുറത്തേക്കുള്ള കളിയാണ്. പുറത്തേക്ക് പോകണമെന്നില്ല. ആ ചെകുത്താനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മുറുക്കി പിടിച്ചിട്ട് അവനിങ്ങനെ സംഹാരടിച്ച്, അതായത് ആ ചെകുത്താനോട് പുറത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിൽ സംഹരിച്ച് നിർത്തി ദേവനെ പുറത്തേക്ക് കൊണ്ടുവരുന്ന കലയാണ് ശരിക്കും ഈ ബ്രഹ്മകുമാരീസിലെ യോഗത്തിന്റെയും ധാരണയുടെയും സേവനത്തിന്റെയും പേരിൽ നമുക്ക് കിട്ടുന്ന ഒരു ഗിഫ്റ്റ്. ആ കല്പത്തിൽ തന്നെയാണ് കല, എല്ലാ കല്പത്തിലും തന്നെയാണ് കല. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഉപദ്രവം ഞാൻ ക്ഷമയോടെ, ദേഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ദേഷ്യം വരണ്ടെന്ന് ഞാൻ അങ്ങനെ ഭാവിയുടെ സംസാരിക്കും. ബാബാ കല്പകല്പത്തിലെ കൊതു എന്നൊന്ന് ഇച്ചിരി സമയം ഓർക്കാൻ വിടും. എന്നാലും എനിക്ക് നല്ല സിമ്പിളായിട്ട് അവിടെ നാട്ടിലെത്തി അത് കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെ ക്ഷമയോടെ കൂടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്ത് വരണമെങ്കിൽ നമ്മളെ ശരിക്കും മനസ്സിലാക്കി തീരൂ. എന്നിട്ട് വീണ്ടും ക്ഷമയോടെ ഓരോരോ സീന് ഓവർകം ചെയ്യാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. ഇത് ഫോളോ അപ്പ് ചെയ്യുന്ന 5 പേര്, അല്ലെങ്കിൽ 6 പേര്, അതല്ലെങ്കിൽ 7 പേര്, അതല്ലെങ്കിൽ 8 പേര്. അപ്പൊ ഞാൻ അടക്കണ്ടല്ലോ. 8 പേരുണ്ടെങ്കിൽ 9 ആയില്ലേ. ഇനിയിപ്പോ 7 പേരാണെങ്കിൽ ഞാനടക്കം 8 പേരായില്ലേ. ഇനിയിപ്പോ 5 പേരാണെങ്കിൽ ഞാനടക്കം 6 പേരായില്ലേ. നമുക്കിത് നന്നായിട്ട് വാച്ച് ചെയ്യാം. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വാച്ച് ചെയ്യും. ഇതിന് അടുത്ത സ്റ്റെപ്പ് എന്ത്, അതാണ് ഞാൻ നോക്കുന്നത്. അടുത്ത സ്റ്റെപ്പോട് കൂടി എങ്ങനെ ഈ പ്രസന്നമായ മുഖം നമുക്ക് സൃഷ്ടിക്കാം. പ്രസന്നമായ ചിന്ത. മുഖം സൃഷ്ടിക്കുന്ന വലിയ വിഷയമൊന്നുമില്ല. നല്ല ലൈറ്റിങ്സ് ഒക്കെ കൊടുത്ത് കാര്യങ്ങളൊക്കെ കൊടുത്ത് വെറുതെ ചിരിച്ചാൽ മതി. പക്ഷെ ഇതിന് വെറുതെ ചിരിക്കാൻ പറ്റില്ല. ഉള്ളില് ഈ ഒരു അരമണിക്കൂർ എനിക്ക് എന്തെല്ലാം പണിക്ക് പോവാം, പൈസ ഉണ്ടാക്കാം, കാര്യങ്ങൾ ചെയ്യാം. ഒരു അരമണിക്കൂർ ഞാൻ ഈ ചെയ്യുന്നത് ഒരു സേവനം തന്നെയാണ്. 1 രൂപ എനിക്ക് കിട്ടില്ല. പക്ഷെ എൻ്റെ ഉള്ളില് എനിക്ക് തന്ന ഈ ഒരു ശരീരം, ബാബ കൽപ്പകൽപ്പം തന്ന ശരീരം, കൽപ്പകൽപ്പം തന്ന പാർട്ട്, ഇതിൻ്റെ ഒരു ഫ്രീഡാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. ചില സമയത്ത് ഞാൻ വളരെയധികം തിരക്കിലായിരിക്കും. ആ സമയത്ത് എനിക്കിത് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, ചിലപ്പോൾ ഒരു മാസം പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ അങ്ങോടെ കാത്തിരിക്കുക. പറ്റുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ 5ഉം 10ഉം 15ഉം വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇന്റർനെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ ഇതൊന്നും വന്നോളണമെന്നേ ഇല്ല. കിട്ടുന്ന സമയത്ത് ഇതിലെന്തെങ്കിലും ഒരു മുത്തുണ്ടാവുമല്ലോ. ഏതൊരു മുത്തിലും ഒരു മുത്തുണ്ടാവും. എന്നാലും ബാബു പറഞ്ഞു അവസാനത്തെ മുത്തില്ല, അവസാനത്തെ മുത്ത് ഏത് 700-800 കോടി ആത്മാക്കളുണ്ട്. ആ 700ാമത്തെ അല്ലെങ്കിൽ 800ാമത്തെ കോടിയിലുള്ള അതിലെന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റീനെ നമ്മൾ നോക്കി മനസ്സിലാക്കി എടുക്കും. ആ ക്വാളിറ്റിയെ മാത്രം നോക്കിയാൽ മതി. ആ 800ാമത്തെ കോടി വ്യക്തി ചിലപ്പോൾ വലിയ പീഡനക്കാരനായിരിക്കും, വലിയ മയക്കുമരുന്ന് മാഫിയക്കാരനായിരിക്കും, ചിലപ്പോൾ വലിയ പല കാര്യങ്ങളിൽ ഏറ്റവും വളരെ അടുപ്പിക്കാൻ പറ്റാത്ത വ്യക്തിയായിരിക്കും. പക്ഷെ ആ വ്യക്തിയിലും ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും. അപകീർത്തം പറയില്ല, അതിന് ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ക്വാളിറ്റി. ആ ക്വാളിറ്റിയിൽ ആദ്യം ചിലപ്പോൾ അവന് 1, 2, 3 ജന്മങ്ങൾ ഉണ്ടായിരിക്കും. അതൊരൊറ്റ 3 ജന്മം കൊണ്ടോ അല്ലെങ്കിൽ ഒരു ജന്മത്തിൽ തന്നെ ഫാസ്റ്റ് ആക്കിയിട്ടോ ഇല്ലാതെ ആക്കുന്നതായിരിക്കും. പക്ഷെ ആ ക്വാളിറ്റിയിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ആ വ്യക്തി അവിടെ നിലനിർത്തും.
അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക, ഓരോരുത്തർ വാച്ച് ചെയ്യുക. എന്നിൽ എന്താണോ ഇല്ലാത്തത് അത് നന്നായിട്ട് ഏതൊക്കെ വകുപ്പിൽ നമുക്ക് ക്ഷമയോടെ മാറ്റിയെടുക്കാൻ പറ്റും എന്നത് ചിന്തിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക. എന്നിട്ട് നമ്മുടെ സത്യവും ഇത് വിശ്വമംഗളത്തിന്റെ യുഗമാണ്, ഓരോ ആത്മാവിന്റെ മംഗളത്തിന്റെ യുഗമാണ്. ഞാൻ പറഞ്ഞില്ല, അവസാനത്തിൽ 800ാമത്തെ കോടി അവസാനിക്കുന്ന ഒരു ആത്മാവ് ഉണ്ടാവും, അവന്റെ മംഗളത്തിന്റെ യുഗമാണ്. അവന് ചിലപ്പോ ഇപ്പൊ സുപ്രീം കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചിട്ടുണ്ടാവാം, കയ്യും കാലും ചിലപ്പോൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ അത്രയും മോശമായ ഒരവസ്ഥയിലായിരിക്കും. പക്ഷെ അവന്റെ മംഗളത്തിന്റെ യുഗമാണ്. എന്താ പറയാ, നമ്മുടെ ഈ കേസിൽ തന്നെ ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ റിലേഷനുമായിട്ടോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടോ ഉള്ളൊരു വലിയ പാപം തന്നെ, അത് നേരിട്ടുള്ളൊരു പാപം തന്നെ ചെയ്തൊരു വ്യക്തി ആയിരിക്കാം. സപ്പോസ് അങ്ങനെയാണെങ്കിൽ പോലും, അങ്ങനെ വരൂല എന്തായാലും, നല്ലൊരു ശതമാനം അത്രയും ദൂരെ കിടക്കുന്ന ആത്മാവ് ഇവരുമായിട്ടുള്ള കർമ്മക്കണക്ക് വരാനുള്ള സാധ്യത വളരെ വളരെ കുറവാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഉണ്ടാവില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, വളരെ കുറവാണ്. കാരണം അത്രയും മോശമായിട്ടുള്ള ആത്മാവുമായിട്ടൊരു ദൃഷ്ടി പോലും എടുക്കാനുള്ള ഒരു കർമ്മത്തിന്റെ നിയമം വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എല്ലാവരും നമ്മൾ കാണൂല. 700 കോടി ആത്മാക്കൾ ഓരോരുത്തരെയും അവരവരുടെ പാർട്ടും നമ്മൾ കാണില്ല. പക്ഷെ 800 കോടി ആത്മാക്കളിൽ 33 കോടിനെ മുഴുവൻ കാണും. ഞാൻ കാണുന്നു. ബ്രഹ്മാവ് കണ്ടിട്ടുണ്ട് 33 കോടി ആത്മാക്കൾ ഇപ്പൊ കാണുന്നുണ്ടാവും. അപ്പൊ ശരീരം വിട്ടിട്ടല്ലേ, ശരീരമുള്ള സമയത്ത് ബ്രഹ്മകുമാരീസുമായി ബന്ധപ്പെടുന്നതിന് മുമ്പുള്ള ഇത്രയും വ്യക്തികൾ എത്ര കോടിയായിട്ടുണ്ടാവും? 33 കോടിയായിട്ടുണ്ടാവും. ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ്. പക്ഷെ 33 കോടിന്റെയും ഒരു ആധാരശില എന്ന് പറഞ്ഞ ബ്രഹ്മാവ് തന്നെയല്ലേ. അമ്മ കണ്ടിട്ടുണ്ടാവോ 33 കോടി ആത്മാക്കൾ ആ ജന്മത്തിനിടയ്ക്ക്? കർമ്മക്കണക്കുകളും അമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവോ? ക്ഷമയോടെ വളരെ വളരെ കാര്യങ്ങൾ ഉള്ളിൽ ഇങ്ങനെ ചോദിക്കണം. അപ്പൊ നമുക്ക് ചിലപ്പോൾ വളരെ കുറച്ച് ആത്മാക്കളുമായിട്ട് കർമ്മക്കണക്ക് ഉണ്ടാവുള്ളൂ. അവരുമായിട്ട് ചിലപ്പോൾ നല്ല തീക്ഷ്ണ കർമ്മക്കണക്കുമായിരിക്കും. അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് പ്രധാനം. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മക്കണക്ക് ആരായിട്ടാണ്? ഈ ശരീരമായിട്ട്. എനിക്ക് എല്ലാ ശരീരവും ക്ലിയർ ആക്കേണ്ട വല്ല കാര്യമുണ്ട്? ഈ വീഡിയോ കാണുന്ന 5 പേർക്കും വ്യത്യസ്തമായ അസുഖങ്ങളുണ്ടെന്ന് വെക്കുക. 5 പേരുണ്ട്. ഈ 5 പേരും വ്യത്യസ്തമായ അസുഖങ്ങളാൽ വ്യത്യസ്തമായ മരുന്നുകൾ ധാരാളം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഞാനിപ്പോ വീഡിയോ ഇട്ടു, എനിക്കിതാ കയ്യിന് ഒരു മുറി വന്നതിന്റെ വീഡിയോ ഞാൻ കുറച്ച് മുന്നൊരു വെട്ട് കണ്ടിട്ടുള്ള അതിന്റെ കാര്യങ്ങൾ പറയുന്നത് അതുണ്ട്. ഇപ്പൊ അതിന്റെ പേരോ അടയാളോ പോലും കാണാനില്ലാത്ത രീതിയിൽ അടയാളമുണ്ട്, ആ അടയാളം പോലും പോവും. അതാണ് പറയുന്നത് പ്രകൃതി ചികിത്സ. അതങ്ങനെ പോയി തീരും. ഈ കാണുന്ന വ്യക്തികൾ 5 പേർക്കും വ്യത്യസ്തമായ അസുഖങ്ങൾ. ഈ അസുഖങ്ങളുടെ ആധാരത്തിൽ മരുന്ന് വർഷങ്ങളായി കഴിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ മരുന്ന് കഴിക്കാൻ തുടങ്ങുകയാണ്, അങ്ങനെ ചിന്തിക്കും. ഇവർക്കൊരു തോന്നൽ വരും, 1 വർഷം കഴിഞ്ഞിട്ടോ 2 വർഷം കഴിഞ്ഞിട്ടോ തോന്നൽ വരും, അയ്യോ ഞാനപ്പോ 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂഷൻ ചെയ്യണമെന്ന് വെക്കുക, ഈ വീഡിയോസ് ഇങ്ങനെ കണ്ടിന്യൂഷൻ ചെയ്യണം, അവർ കാണുന്നുണ്ടെന്ന് വിചാരിക്കും. എപ്പോഴെങ്കിലും നമ്പർ ഉണ്ടല്ലോ, എൻ്റെ നമ്പർ ഉണ്ടല്ലോ, ഒന്ന് വിളിച്ച് ചോദിക്കുകയാണ്, ബൈ മരുന്ന് ഇങ്ങനെ കഴിച്ച് അങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ആയി, പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും? പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്നല്ല, എത്ര സമയം നഷ്ടമായിട്ടുണ്ടോ? പിന്നെ എന്തെങ്കിലും കാര്യം ഉണ്ടാവുമെന്നല്ല കേട്ടോ, എത്രയോ സമയം നഷ്ടമായിട്ടുണ്ടോ അവർക്ക്. ഞാൻ അവർക്ക് അപ്പോഴും സജഷൻ കൊടുക്കും, പിന്നെ ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറെ ഒന്ന് കാണും, ആ ഡോക്ടറെ അടുത്ത് വേണ്ട നിർദ്ദേശങ്ങൾ എടുക്കും, ഞാൻ സജഷൻ കൊടുക്കും. അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും കൊടുക്കാനില്ല. ഞാനൊരു ഡോക്ടറുടെ കീഴിൽ ഒരു സത്യം പറഞ്ഞ ഒരു പേഷ്യൻ്റാണ്, എന്നാൽ ആ ഡോക്ടർ എൻ്റെ സുഹൃത്തുമാണ്. അപ്പോൾ ആ ഡോക്ടറാണ് കേട്ടോ പറഞ്ഞത് എൻ്റെ സുഹൃത്താണ്,
ഞാൻ പറഞ്ഞതല്ല. നമ്മളെപ്പോഴും ഡോക്ടറെ ഡോക്ടറെ അങ്ങനെ വിളിക്കില്ല. അപ്പൊ അവസാനം ഡോക്ടറെ അടുത്ത് പോയപ്പോ ഡോക്ടർ പറഞ്ഞത് എന്റെ ഒരു സുഹൃത്താണ്, ബാക്കിയുള്ളവരുടെ അടുത്തൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കും. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പോ എനിക്ക് കിട്ടിയത് ആ ഡോക്ടറെ അടുത്ത് നിന്ന് കിട്ടിയത്. എന്നാൽ ആ ഡോക്ടർ പറയുന്നു അതേപോലെ പക്കായിട്ടൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. കാരണം അങ്ങനെ ഭയങ്കര ഹെൽത്ത് ഇല്ല എനിക്ക്, ചെറിയ ചെറിയ ഹെൽത്ത് പ്രശ്നങ്ങളാണ്. ആ ഹെൽത്ത് പ്രശ്നങ്ങൾ അങ്ങനെ തീർത്ത് തീർത്ത് വരുന്നത് ഈ ഡോക്ടറെ അടുത്ത് നിന്ന് കിട്ടുന്ന കുറെ സജഷൻസ് വെച്ചിട്ട് ഞാൻ എൻ്റെ ഒരു രീതിക്കാണ് അതിന്റെ കാര്യങ്ങൾ തീർത്ത് തീർത്ത് വരുന്നത്. ആ രീതിയിൽ ഞാൻ അങ്ങനെ മുന്നോട്ട് പോയിട്ട് എനിക്ക് പ്രയാസമില്ലാത്ത രീതിയിൽ എൻ്റെ ശരീരമായി തീർന്ന, എൻ്റെ മനസ്സായി തീർന്ന, അതിനു വേണ്ടി മാത്രം ആയി തീരാൻ വേണ്ടി മാത്രമാണ് എന്റെ പണി. ഡോക്ടറാണെങ്കിൽ ബ്രഹ്മകുമാരീസിലേക്ക് ഇപ്പോ ഈ ഇതിൽ പോയിട്ടൊന്നുമില്ല, ഈ ജന്മത്തിൽ പോയിട്ടൊന്നുമില്ല. കഴിഞ്ഞ ജന്മത്തിൽ പോയിരുന്നു. ഇതിന്റെ നമ്മളെ ബ്രഹ്മകുമാരീസിന്റെ മെയിൻ ആളാണോ അല്ലേ എന്നൊക്കെ ദൈവം തമ്പുരാൻ അറിയാം. ട്രിപ്പിൾ ഓപ്ഷൻസ്.